മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് തിരുവനന്തപുരത്ത് വരുന്നു. തിരുവനന്തപുരം പാപ്പനംകോട് വൻ തീപിടുത്തമുണ്ടായി. അവിടെ 2 മരണം സംഭവിച്ചു എന്നുള്ളതാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. മരിച്ച 2 പേരും സ്ത്രീകളാണ്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പാപ്പനംകോട് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിലുണ്ടായ തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷേ മുകളിലത്തെ നിലയിലുണ്ടായ തീപിടുത്തമാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി അവിടുത്തെ തീപിടുത്ത സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാക്കുന്നു. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. പാപ്പനംകോടുണ്ടായ തീപിടുത്തത്തിൽ 2 മരണം സംഭവിച്ചു. 2 സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വിവരം. തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമാണ്. തീപിടുത്തത്തിൽ 2 മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ, പാപ്പനംകോട് ഓഫീസിലാണ് തീപിടുത്തം. അവിടെ 2 പേർക്ക് മരണം സംഭവിച്ചു. 2 പേരും സ്ത്രീകൾ. തിരുവനന്തപുരത്ത് പാപ്പനംകോടിലാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം. രാഷ്ട്രീയമായിട്ടുള്ള വാർത്തകളിൽ നിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത, തീപിടുത്തത്തിന്റെ രൂപത്തിൽ 2 മരണം സംഭവിച്ച വാർത്ത എത്തുന്നത്. 2 പേരുടെ മരണം സംഭവിച്ചു. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓഫീസിൽ 2 സ്ത്രീകൾക്ക് മരണം സംഭവിക്കുന്ന ദയനീയമായിട്ടുള്ള സാഹചര്യം. മുകളിലത്തെ നില, 2 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസിൻ്റെ ഈ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. ഒരുപക്ഷെ ആ തീപിടുത്തം, പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ പുറത്തേക്ക് കടക്കാൻ കഴിയാതെ പോയതാകാം ആ മരണത്തിന് കാരണമെന്ന് അനുമാനിക്കാം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കും. 2 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാൾ ആ ജീവനക്കാരിയാണ് എന്നുള്ള വിവരം കൂടി പറയുന്നു. വിനോദ് വിവരങ്ങളുമായി. വിനോദ്, അതിദാരുണമാണ് 2 പേരുടെ മരണം സംഭവിക്കുന്ന തരത്തിലുള്ള തീപിടുത്തം, അതും ഒരു ഓഫീസിൽ. എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് ആദ്യ വിവരം. ഇതൊരു ടയർ കടയാണ്. ഈ ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. പാപ്പനംകോടാണ്. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടോ ആ തരത്തിലുള്ള എന്തെങ്കിലും സംഭവമാണ്. ടയർ കടയാണത്? ടയർ കട എന്ന വിവരമാണ്. ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 പേരുടെ മരണം ഉണ്ടായി എന്ന് ഫയർഫോഴ്സുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നു. ആളുകൾ കുടഞ്ഞിട്ടുണ്ടോ എന്ന സംശയമുണ്ട്. ഈ തീയോടൊപ്പം തന്നെ ശക്തമായ പുക ഉണ്ടായി. ഈ പുക ശ്വസിച്ചതായിരിക്കാം മരണകാരണമെന്നും കരുതുന്നുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ടയർ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. 2 മരണം. ഇതിൽ ഒരാൾ സ്ത്രീയാണ്. ഈ കടയിൽ തന്നെ ജീവനക്കാരിയാണ് മരിച്ചത്. മറ്റൊരാൾ ഈ സ്ഥാപനത്തിലേക്ക് വന്ന ആളാണ്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് ഇനി പൂർണ്ണമായും തീ കെടുത്തി ഈ പുക ഒഴിവാക്കിയ ശേഷം തിരച്ചിൽ എന്ന നിലയിലേക്കാണ് അഗ്നിശമന സേനയുടെ ഉദ്യോഗസ്ഥർ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും കടുത്ത പുക ഇതിൽ നിന്ന് ഉയർന്ന് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ ആളുകൾ കുടുങ്ങി കിടപ്പുണ്ടോ ആ ഒരു സംശയമാണ്. കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് സമീപത്തെ കടക്കാരിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാലും 2 പേരുടെ മരണം അതാണിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തോ പാപ്പനംകോടാണ് സംഭവം. വിനോദ്, എന്താണെങ്കിലും തീപിടുത്തം നടന്നത് മുകളിലത്തെ നിലയിലാണ്. ആ മുകളിലത്തെ നിലയിലുണ്ടായ തീപിടുത്തത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അവിടെ ഫയർഫോഴ്സിന്റെ രക്ഷാപ്രവർത്തന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വിനോദ് സൂചിപ്പിച്ച പോലെ ടയർ കട സമീപത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും മുകളിലത്തെ നിലയിലുള്ള ആ ബിൽഡിങ്ങിൽ, മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ് അത് റിപ്പോർട്ടുകൾ അത്തരത്തിലും വരുന്നു. ഇൻഷുറൻസ് കടയാണ്, ഇൻഷുറൻസ് ഓഫീസാണ് എന്നുള്ളത്. എന്താണെങ്കിലും അതിലൊരു വ്യക്തത നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യം പുറത്തേക്ക് വരുന്നു. പാപ്പനംകോട്, അത് വിനോദ്, ഈ പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെയാണോ എന്ന് തോന്നുന്നു. ദൃശ്യങ്ങൾ കണ്ടിട്ട് ടൗണിൽ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്ഥാപനമുള്ളത്. ഇതിനുള്ളിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് സംശയമുണ്ട്. ഒരു വനിതാ ജീവനക്കാരി ഉണ്ടായിരുന്നു. അവിടെ എത്തിയ ഒരാളും ഉണ്ടായിരുന്നു. ഇവരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം. ഈ പുക വലിയ തോതിൽ ഉയർന്നു. അത് തന്നെയാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും. വലിയ തോതിൽ പുക ഉയർന്നു. തീപിടുത്തത്തോടൊപ്പം തന്നെ കടുത്ത പുകയും ഈ കെട്ടിടത്തിൽ നിന്ന് ഉയരുന്ന സാഹചര്യം ഉണ്ടായി. ഷോർട്ട് സർക്യൂട്ടാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി കരുതുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട്. പകൽ സമയത്താണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത്. എന്തുകൊണ്ടാണ് കടയിൽ ഉണ്ടായിരുന്നവർക്ക് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം, അത്ര പെട്ടെന്ന് തീപിടിക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഇതെല്ലാം തന്നെ
ഇനി പരിശോധനയിലൂടെ വ്യക്തമാകേണ്ടതുണ്ടല്ലോ. വിനോദ്, ഒരു അപ്ഡേഷൻ വരുന്നു. മരിച്ചതിൽ ഒരാൾ ജീവനക്കാരിയാണ്, വൈഷ്ണ, 34 വയസ്സുള്ള വൈഷ്ണയാണ് മരിച്ചത് എന്ന് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു. പാപ്പനംകോട് തീപിടുത്തത്തിലുണ്ടായ അപകടത്തിൽ 2 മരണമാണ്, അതിലൊന്ന് ജീവനക്കാരിയാണ് എന്ന് വ്യക്തമാകുന്നു. 34 വയസ്സുള്ള വൈഷ്ണ എന്ന യുവതിയുടെ ജീവനാണ് നഷ്ടമായത് ആ തീപിടുത്തത്തിൽ. അത് വിഷപ്പുക ശ്വസിച്ചാണോ തീപിടുത്തത്തിലാണോ മരണം സംഭവിച്ചത് എന്നുള്ളതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മറ്റൊരു മരണം കൂടിയുണ്ട്, അത് ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരിച്ചതിൽ ഒരാൾ ജീവനക്കാരി എന്നുള്ള വിവരം വരുന്നു. വൈഷ്ണ എന്നു പേരുള്ള 34 വയസ്സുള്ള യുവതിയാണ് ഈ അപകടത്തിൽ, ഈ ദുരന്തത്തിൽ മരിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി അവിടെ തീയണയ്ക്കുന്നു. പാപ്പനംകോട് ടൗണിൽ തന്നെയാണ് ഈ കട എന്നുള്ളത് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. പാപ്പനംകോട് ജംഗ്ഷനിൽ തന്നെയുള്ള കടയിൽ തീപിടുത്തമുണ്ടായി. അതൊരു ഓഫീസാണ് എന്ന് വിശ്വസിക്കുന്നു. അവിടെ ജീവനക്കാരിയായിരുന്ന വൈഷ്ണയ്ക്ക് ജീവനഷ്ടമായി. ഒപ്പം അവിടെ എത്തിയ മറ്റൊരു വനിതയ്ക്കും മറ്റൊരു സ്ത്രീക്കും ഇത്തരത്തിൽ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്, അങ്ങേയറ്റം ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നഗരത്തിലാണ്, എന്നിട്ടും നമുക്ക് 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. വിനോദ്, ഈ പാപ്പനംകോട് നിന്ന് ഒരുപാട് ദൂരത്തിലാണോ ഫയർഫോഴ്സ് യൂണിറ്റ് ഉള്ളത്? എന്തോ ടൗൺ അഗ്നിശമന സേനയുടെ അംഗങ്ങൾക്ക് വളരെ വേഗം എത്താൻ കഴിഞ്ഞു. പക്ഷെ ഈ വേഗത്തിലുള്ള തീപിടുത്തം, രാത്രി സമയമല്ല, അല്ലെങ്കിൽ ആളൊഴിഞ്ഞ പ്രദേശമല്ല, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത്ര വേഗം തീ പടർന്നത്, അങ്ങനെ ഒരു അപകടം സംഭവിച്ചത്, ആ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തേണ്ടതുണ്ട്. 2 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഈ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള അപായമാണോ, ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇനി വെളിപ്പെടേണ്ടതുണ്ട്. 2 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. പാപ്പനംകോടാണ് ഈ അപകടം. അഗ്നിശമന സേനയുടെ അംഗങ്ങളെത്തി തീ കെടുത്തി. പക്ഷേ വലിയ തോതിൽ പുക ഉയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു അപകടം എന്നതാണ് ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ടായ അപകടമാണോ, ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിലെ അപകടമാണോ എന്ന കാര്യമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 2 മരണമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത്. തീപിടുത്തത്തിൽ 2 സ്ത്രീകൾ മരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നമ്മോടൊപ്പം അവിടുത്തെ പ്രദേശവാസികൾ ഒരാളുണ്ട്. കേൾക്കാമോ താങ്കൾക്ക്? ഹലോ. പിന്നെ ഇത് ഒരു മണിക്കൂർ മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സൗണ്ട് കേട്ടു. ഈ ഗ്ലാസ്, അതിൽ വെച്ചിരുന്ന ഗ്ലാസ് ഒക്കെ പൊട്ടി താഴെ വീണ് പെട്ടെന്നൊരു പുകയും ഒരു വിഷയം ഉണ്ടായി. അപ്പോഴ് ഇതിനകത്ത് ആളുള്ളതായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസിന്റെ ഒരു കമ്പനി ഏജൻസി നടത്തുന്നതാണ്. ഒരു കുട്ടി മാത്രമേ എപ്പോഴും അവിടെ ഇരിക്കാറുള്ളൂ. ഒരു കുട്ടിയുണ്ട്, ഒരു ജീവനക്കാരിയുള്ളൂ അല്ലേ? ഒരു ജീവനക്കാരിയുള്ളൂ. അത് ഈ പാപ്പനംകോട് ശ്രീരാമൻ കല്യാണ മണ്ഡപത്തിന്റെ താഴെയാണ് താമസിക്കുന്നത്. ചേട്ടന്റെ പേരെന്ന് പറയാം ആദ്യം. ഞാനിത് ശരിക്കും കണ്ടതല്ല, ഇവിടെ വന്നപ്പോഴത്തെ അറിഞ്ഞുള്ള ഇതാണ്. ഞാൻ എന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. ഓക്കെ, ചേട്ടന്റെ പേര്? ശ്രീകുമാർ. ശ്രീകുമാർ, താങ്കൾ ഈ അവിടെ തൊട്ട് ചേർന്ന് ടയർ കട വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ടയർ കടയൊന്നുമില്ല. അതിന്റെ അടുത്ത് വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. ഓക്കെ. പിന്നെ ഒരു ദേവി ബേക്കറി അതിന്റെ അടുത്തുണ്ട്. താഴെ ഒരു ഫാൻസി ഉണ്ട്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ അടുത്തോട്ടൊന്നും വ്യാപിക്കാത്ത വലിയൊരു ഭാഗ്യമാണ്. ഇല്ലെങ്കിൽ എല്ലാം തൊട്ട് കുറെ പോയതിന്. ശ്രീകുമാർ, ഇത് മുകളിലത്തെ നിലയിലെ ഒറ്റ കടമുറിയിൽ മാത്രമല്ലേ തീപിടുത്തം ഉണ്ടായത്? ഒറ്റ മുറിയിൽ? രണ്ടാമത്തെ നില ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്. ഈ ജീവനക്കാരിയെ പരിചയമുള്ളതാണോ? കുട്ടി എപ്പോഴും കാണുന്നത് തന്നെ. ഞാൻ നമ്മളെ അതിന്റെ അടുത്ത് താമസിക്കുന്നു. ഞാൻ പഴയ പഞ്ചായത്ത് മെമ്പറാണ്. ഓക്കെ, എവിടെയുള്ള ഏത് സ്വദേശിനിയാണ് എന്ന് അറിയാൻ കഴിയുമോ? അതറിയില്ല. അവര് വാടകയ്ക്ക് താമസിക്കുന്നതാണ്. അതറിയില്ല. പാപ്പനംകോട് തന്നെ. പിന്നെ വേറൊരാളെ ഇൻഷുറൻസ് ശരിയാക്കാൻ വന്ന ഒരു ലേഡി, അവരും ആ സമയത്ത് അതിൽ പെട്ടുപോയി. ഇത് അറിയാവുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണോ? അതിന്റെ ഒരു കാലപ്പഴക്കം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ അടുത്ത് ഉള്ള ഒരു ആളുടെ ഇത് തന്നെ, ബിൽഡിംഗ് തന്നെ. ഒരു മുറിയല്ലേ, ഒറ്റ മുറിയാണ്. ഒറ്റ മുറി. അവിടെ ഒരു തീപിടുത്തം അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അത് പറയാൻ നോക്കില്ല. എന്നാൽ അതിന് ഈ സംഭവം നടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് അതിനകത്ത് ഒരാൾ വന്ന് സംസാരിച്ച് ഇഷ്യൂ എന്തായെന്നൊക്കെ പറയണം. അത് ഒരു റിലേറ്റീവ് ആണോ, ഇനി വേറെ ആരെങ്കിലും ആണോ എന്താണെന്നൊന്നും അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഇല്ല.
അവിടെ ഒരു ബഹളം നടക്കുന്നതായിട്ട് തൊട്ടടുത്ത് ഉള്ള കടയിലൊക്കെ പറയുന്നു. ഇങ്ങനെ എന്താണ് എന്നെ സംബന്ധിച്ച് വല്ല ആനോ ഒന്നും അറിയില്ല. അതായത് ആ ജീവനക്കാരിയുടെ അടുത്തോ? ആ, ജീവനക്കാരിയോട് ഒരാൾ വന്ന് ബഹളം വെച്ചു. ബഹളം വെച്ചു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എന്തോ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കണമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോ മനസ്സിലായത്. ജീവനക്കാരി കുടുംബമായിട്ട് താമസിക്കുന്നതാണ് അവിടെ പാപ്പനംകോട്? അതെ അതെ, അവര് ഫാമിലി ആയിട്ട് അവര് എല്ലാവരും ഉണ്ട്. ഫാമിലി ആയിട്ട് താമസിക്കുന്നത്. ആ ദിക്കുവലിക്കളം വെള്ളാണി ദേവി എന്നിരിക്കും ദിക്കുവലിക്കളത്തിന്റെ അടുത്താണ് അവര് താമസിക്കുന്നത് ഇപ്പോഴും നിലവില്. ഓക്കെ, അപ്പോ ഈ അരമണിക്കൂർ മുമ്പ് ഒരാൾ പറഞ്ഞോളൂ. കൂടുതലായിട്ട് നമുക്ക് അതിന്റെ വ്യക്തമായിട്ടൊരു ധാരണ ഇതുവരെ കിട്ടിയില്ല. പോലീസൊക്കെ കൊണ്ട് പഞ്ചായത്തിന്റെ ആൾക്കാർ വന്ന് അവര് ആംബുലൻസിന് മറ്റേ അവര് രണ്ടുപേരെ കൊണ്ടുപോയി കരിഞ്ഞ നിലയിലാണ് ബോഡി. രണ്ടുപേരും പൂർണ്ണമായും കരിഞ്ഞ നിലയിലാണ്. ആ, അതെ അതെ അതെ. ഈ ഓഫീസിനുള്ളിൽ എപ്പോഴെങ്കിലും കയറി ചെന്നിട്ടുണ്ടോ, പോയിട്ടുണ്ടോ അതിന്റെ ഉള്ളിൽ? ഇല്ല, അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ആ ഓഫീസിനുള്ളിൽ ശ്രീകുമാർ എപ്പോഴെങ്കിലും കടഞ്ഞു അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ്, നിറയെ കടലാസുകളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളൊക്കെ ഇൻഷുറൻസിന്റെ പേപ്പർ ചെക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവിടെയാണ് ചെയ്യുന്നത് അല്ലേ? വന്നിട്ടുണ്ട്. അതിനകത്ത് അവര് ഒരു റൂം എന്നാണ് ഒരു 8-10 റൂം, ഒരൊറ്റ റൂം. അതിനകത്താണ് ഈ സംവിധാനങ്ങളൊക്കെ ഇരിക്കുന്നത്. AC-യുടെ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. എയർ കണ്ടീഷൻഡ് റൂമാണോ? എയർ കണ്ടീഷൻഡ് ആണ്? അതെ അതെ, എയർ കണ്ടീഷൻഡ് റൂമാണ്. ഓക്കെ, ഒറ്റ ജീവനക്കാരി മാത്രമേ ഉള്ളൂ? അതെ 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 അതെ. ശരി, അപ്പോൾ അങ്ങനെ ഒരു അട്ടിമറി, ഒരു അപകട ഭീഷണി സാധ്യത ഇല്ല അല്ലേ? അതൊന്നും ഇപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കൂല. ഇനിയിപ്പോ അങ്ങോട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇനിയിപ്പോ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ നമുക്കും സാധിക്കില്ല. ഈ തീപിടുത്തം ഉണ്ടായി അപ്പോൾ തന്നെ അത് തീ അണയ്ക്കാൻ സാധിച്ചിരുന്നോ, ശ്രമിക്കാൻ? അല്ല, അത് ഫയർഫോഴ്സ് വരാനായിട്ട് ഇത്തിരി താമസം ഉണ്ടായി. ഒരു 10-15 മിനിറ്റ് താമസം എടുത്തു അവര് വരാൻ. അതിന്റെ ഒരു ഇതും കൂടെ പറയുന്നുണ്ട്. അവര് വരാനും താമസിച്ചെന്നും പറയുന്നുണ്ട്. അല്ല, നമ്മൾ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഇത് റൂം ഗ്ലാസിട്ട റൂമല്ലേ, അടച്ചിട്ടിരിക്കുന്ന റൂമല്ലേ. ഇത് ഡോർ തള്ളി വണ്ടി തുറന്നകത്ത് കയറാൻ. അതാണ്. അപ്പൊ ആരും പെട്ടെന്നൊന്നും അകത്ത്, പ്രത്യേകിച്ച് ഇതിങ്ങനെ